നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിലെ ആയടത്തിൽ ഓമനയ്ക്ക് ഇനി ഭയമില്ലാതെ കോൺക്രീറ്റ് വീട്ടിൽ താമസിക്കാം. ജനുവരി 22-ന് ഗൃഹപ്രവേശനം നടത്തി. പേരാമ്പ്രയിലെ ആയിടത്തിൽ ഓമനയ്ക്ക് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കാം. കുടുംബത്തിലെ 3 അംഗങ്ങളും ഭിന്നശേഷിക്കാരാണ്. എന്നിട്ടും വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഓമനയ്ക്ക് വീട് ലഭിച്ചിരുന്നില്ല. തുടർന്ന് ഇടിഞ്ഞു വീഴാറായ ലക്ഷം വീട്ടിൽ താമസിച്ചിരുന്ന ഓമനയുടെ ദുരവസ്ഥ മീഡിയ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് വാർഡ് മെമ്പർ സോനയുടെ പരിശ്രമഫലമായി ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കുകയായിരുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടെ വീട് നിർമ്മാണവും പൂർത്തിയാക്കി. ജനുവരി 22-ന് ഗൃഹപ്രവേശനവും നടത്തി. ലക്ഷത്തോളം രൂപ മുടക്കിയാണ് വീട് നിർമ്മിച്ചതെന്ന് മെമ്പർ പറഞ്ഞു. ഓമനയ്ക്ക് ലൈഫിൻ്റെ വീടാണ്. 4 ലക്ഷം റുപ്യാണ് ലൈഫിൻ്റെ വീട്. പിന്നെ അത് കംപ്ലീറ്റ് പണി നമ്മുടെ ടൈൽസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ട് പുറത്തുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ പണി പൂർത്തീകരിച്ചത്. ഏകദേശം ഒരു 6 ലക്ഷം റുപ്യാവും പണി പൂർത്തീകരിക്കുമ്പോഴേക്കും. പിന്നെ എല്ലാ നമ്മുടെ വാർഡിലുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ പേരാമ്പ്ര കച്ചവടക്കാരൊക്കെ ചെറിയൊരു കൈസഹായം തന്നിട്ടുണ്ട്. അത് ഒരു മനസ്സ് വെച്ചതിനെ കൊണ്ട് അത് പണി പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. മനസ്സിന് ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അഭിമാനം തോന്നിയൊരു നിമിഷമാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ. കാരണം ഓമനയ്ക്കൊരു വീട് എല്ലാവരും ഒരു സ്വപ്നമാണ്. ആ വീട് ഉണ്ടാക്കാൻ ഒരു അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ തന്നെ അതിയായ സന്തോഷം അറിയും. വീട് ലഭിച്ചതിൽ ഓമന സന്തോഷവും പങ്കിട്ടു. അറിയില്ല, അതുകൊണ്ട് മെമ്പറിന് അപ്പോൾ ഒരിക്കൽ തള്ളിപ്പോയി. രണ്ടാമത് ഇങ്ങനെ വന്ന് അപ്പോൾ ആരോഗ്യന് സഹകരിക്കാനില്ലാണ്ടായി. അങ്ങനെ ഇതൊരു വാർത്തയാക്കി. ആ വാർത്തയാക്കിയാൽ പിന്നെ നാട്ടുകാരെല്ലാം ഇടപെട്ട് അങ്ങനെ പിന്നെ മെമ്പറോട് പറഞ്ഞയാൾ ഇങ്ങനെ എന്തായാലും ഇത് റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ മെമ്പറിൻ്റെ ഒറ്റ നേതൃത്വത്തിലാണ് ഇത് ശരിയായി കൊടുത്തത്. പിന്നെ മെമ്പർ 3 ഭിന്നശേഷിക്കാരാണ്. പിന്നെ വർത്തമാനം പറഞ്ഞാൽ ശരി ക്ലിയർ ആകില്ല. അപ്പോൾ ഇവർക്കൊരു വീടില്ലാണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനായിരുന്നു. ലക്ഷം വീടിൻ്റെ 2 ഭാഗം ഒരു ഭാഗത്തേക്ക് വീണ് തീർന്നു പോയി. അപ്പോൾ അതെല്ലാവർക്കും പ്രശ്നമായി. കാരണം ഇവളൊരു ഏകനായിട്ട് വന്ന് നിൽക്കുകയാണ് ചെയ്യുക. ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വരാൻ പാലിച്ച് ഇവിടെയായിരുന്നു പുള്ളിയൂർ. ഓരടിക്ക് രാത്രി വന്നേക്കും. പിന്നെ ഇല്ലെങ്കിൽ ഇവിടെ നല്ല മഴ പെയ്യുമ്പോൾ അടുത്തുള്ള വീട്ടിൽ വന്നേക്കും. ഇങ്ങനെയായിരുന്നു സ്ഥിതി. ഇപ്പോൾ അത് മെമ്പറെല്ലാം ഇടപെട്ടുകൊണ്ട് ഒരു നല്ലൊരു വീടായി. പിന്നെ ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.